ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ ഈ അവസാനമായിട്ട് ഗാർഡൻ്റെ വീഡിയോ ഒത്തിരി പേര് കണ്ടു നോക്കി, ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ്. അപ്പോൾ കണ്ടാൽ മാത്രം പോരാ, അത് കണ്ടു നോക്കി നിങ്ങളും വീട്ടിൽ അതേപോലെ ഗാർഡനൊക്കെ ഉണ്ടാക്കുക. നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണിത്. മനസ്സിന് സന്തോഷവും ശരീരത്തിന് വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക. ഇനിയും ഞാൻ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ്. അവിയൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇന്ന് ഞാൻ പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ നല്ല റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ അവിയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. അവിയൽ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയ കഷ്ണം ചേന തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 8 അച്ചിങ്ങ പയർ നീളത്തിൽ ഒടിച്ചത്, ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്, ഒരു 8 കോവക്ക നീളത്തിൽ അരിഞ്ഞത്, 2 മുരിങ്ങക്കായ നീളത്തിലരിഞ്ഞത്. ഇതൊരു ചെറിയ ഏത്തക്കായ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് നന്നായിട്ട് കറയെല്ലാം കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ നീളത്തിൽ അരിഞ്ഞത്. ഞാനിവിടെ ഒരു വഴുതനയും കൂടെ നീളത്തിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. വഴുതനങ്ങ ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കഷ്ണം വേണമെങ്കിലും എടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം കൂടെ നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ചേന ഇട്ട് കൊടുക്കാം. ചേനക്കാണ് കുറച്ച് വേവ് കൂടുതലുള്ളത്, അപ്പോൾ ആദ്യം അതിടാം. അതിനുശേഷം ഇതിലേക്ക് ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വേവ് കുറഞ്ഞ പച്ചക്കറികളായ വഴുതനങ്ങയും അച്ചിങ്ങപ്പയറും എല്ലാം ഏറ്റവും മേളിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 വലിയ പച്ചമുളകാണ് നീളത്തിൽ അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. പച്ചമുളകെല്ലാം നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളി ചതച്ചിട്ടാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ അവിയൽ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളി ഒന്നും ചേർക്കാറില്ല. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. പിന്നെ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ് അവിയൽ ഉണ്ടാക്കുന്നത്. ചെറിയ ഉള്ളി ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കരുത്. കുക്കറിലായതാണ് പെട്ടെന്ന് വെന്ത് കിട്ടും. വടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി കുക്കർ സ്റ്റൗവിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ അവിയലിലുള്ള പച്ചക്കറികൾ വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെന്തൊന്നും ഒട്ടും ഉടഞ്ഞു പോകരുത്. ഇപ്പോൾ ഞാൻ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു വിസിൽ വരാറായിട്ടുണ്ട്. നമുക്ക് പൊക്കി നോക്കുമ്പോൾ അറിയാം വിസിൽ വരാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്നും സ്റ്റീം പോകാനായിട്ട് ഇനി മാറ്റി വെക്കണം. ഞാൻ ഉപയോഗിക്കുന്ന കുക്കറിൽ ഇത്രയും സമയം കൊണ്ട് പച്ചക്കറി നല്ല പാകത്തിന് വെന്ത് കിട്ടും. അപ്പം നിങ്ങളുടെ കുക്കറിൻ്റെ പാകം നോക്കി പച്ചക്കറികൾ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പച്ചക്കറി വെന്തുടഞ്ഞു പോകാതെ വേവിച്ചെടുക്കണം. അവിയലിൽ ഒരു അരപ്പുണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. 1 കപ്പ് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് ഒടിച്ചിട്ട് ഇട്ട് കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് ചതച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ തേങ്ങ കൂടുതലൊന്നും അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ 1/2 ടീസ്പൂൺ ചേർത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മളിത് വെറുതെ ചതച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇത് മൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ ഈ കാണുന്ന പോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും അരഞ്ഞൊന്നും പോയിട്ടില്ല. ഈ പാകത്തിന് വേണം നമ്മൾ ചതച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ അരപ്പ് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുക്കർ തുറന്ന് പച്ചക്കറിയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല. ചേനയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഒരു 1/4 കപ്പ് വെള്ളം മാത്രമേ ഇത് വേവിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം ഇതിലധികം വെള്ളമൊന്നുമില്ല, ചെറുതായിട്ട് മാത്രം വെള്ളമുള്ളൂ. അത് കുഴപ്പമില്ല. നമുക്കിനി തേങ്ങയെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവിയൽ നല്ല പാകത്തിനായി കിട്ടും.
ഇപ്പം നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പച്ചക്കറികളൊക്കെ പാകത്തിന് വെന്തിട്ടില്ലെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും നമുക്ക് സ്റ്റവിൽ വെച്ച് കുറച്ച് സമയം കൂടി കുക്ക് ചെയ്തെടുക്കാം. വീണ്ടും ഒന്ന് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ അധികം പുളിക്കാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. തൈരിന് പകരമായിട്ട് നമുക്ക് പച്ചമാങ്ങയോ അല്ലെങ്കിൽ വാളംപുളി പിഴിഞ്ഞതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാം. പച്ചമാങ്ങ ചേർക്കുകയാണെങ്കിൽ നമ്മൾ പച്ചക്കറി വേവിക്കുന്നതിൻ്റെ ഒപ്പിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇളക്കുമ്പോഴത്തേക്കും പച്ചക്കറികളൊന്നും കൂടുതൽ ഉടഞ്ഞു പോകാതെ വേണം മിക്സ് ചെയ്തൊക്കെ എടുക്കാനായിട്ട്. അരപ്പ് ചേർത്തതിന് ശേഷം കുക്കർ 2-3 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. വെറുതെ മൂടി വെച്ചാൽ മതി, വെയിറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. വെറുതെ ഒന്ന് മസാലയൊക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. 3 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിലുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പെല്ലാം ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ സ്റ്റവിൽ വെച്ചൊന്ന് കുക്ക് ചെയ്യണം. അവിയൽ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കയ്യിൽ വെച്ചൊന്ന് നിരടിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. ഈ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് അവിയലിന്. ചേർക്കുമ്പോൾ തന്നെ ഒരു നല്ല മണമൊക്കെ വരും, പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും എല്ലാം. ഇപ്പം നമ്മുടെ വളരെ രുചികരമായ അവിയൽ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ബാച്ചിലേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റിയുമാണ്. ഇപ്പം നമ്മൾ സാധാരണ വെക്കുന്ന അവിയലിനേക്കാളും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. വീണ്ടും ഇതുപോലുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്